നമസ്കാരം മക്കളെ. ഭൗതികശാസ്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ മക്കളെ? സോ കഴിഞ്ഞ ദിവസം നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. സർഫസിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിരുന്നു സർഫസ് ടെൻഷൻ. അതിന്റെ ഇക്വേഷനും ഡയമെൻഷനും കൺസെപ്റ്റും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ മക്കളെ? സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിനി അടുത്ത സർഫസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു അടുത്ത ടേം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു? സർഫസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അതാണ് സർഫസ് എനർജി. ഓക്കെ മക്കളെ? സോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? സർഫസ് എനർജി. ഓക്കെ മക്കളെ? കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? രണ്ട് വാക്കുകളുണ്ട്, സർഫസ് ഉണ്ട്, എനർജി ഉണ്ട്. അപ്പൊ സർഫസുമായിട്ട് റിലേറ്റ് ചെയ്ത എനർജി, ലിക്വിഡ് സർഫസുമായിട്ട് റിലേറ്റ് ചെയ്ത എനർജി ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. എന്താ മക്കളെ? നമ്മൾ ലിക്വിഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ ലിക്വിഡ് സർഫസിലെ മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ ഒരു എക്സ്ട്രാ എനർജി ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ കാരണമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. എന്തായിരുന്നു അതിന്റെ കാരണം? ലിക്വിഡ് സർഫസിൽ നമ്മളൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട് അല്ലെ? മുകളിലേക്ക് അഡ്ഹസീവ് ഫോഴ്സ്, താഴേക്ക് കോസീവ് ഫോഴ്സ് ആണ് വലുത്. അതുകൊണ്ട് ഒരു നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട് ലിക്വിഡ് സർഫസിലെ മോളിക്യൂൾസിൽ. ആ നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് കാരണം ലിക്വിഡ് സർഫസിലെ മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്ട്രാ എനർജി പ്രോസസ് ചെയ്യുന്നുണ്ട്. ആ എക്സ്ട്രാ എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സർഫസ് എനർജി. പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മൾ ഫിസിക്സ് ആണ് പഠിക്കുന്നത്. സോ ഫിസിക്സിൽ നമ്മളൊരു കാര്യം, ഒരു ഫിസിക്കൽ ടേം പറയുമ്പോൾ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുമ്പോൾ അതിനൊരു കൃത്യത ഉണ്ടായിരിക്കണം. കറക്റ്റ് ആയിട്ടായിരിക്കുന്ന ഒരു ഡെഫിനിഷൻ വരേണ്ടത്. അപ്പൊ നമുക്ക് സർഫസ് എനർജിക്ക് ആദ്യം നല്ലൊരു ഡെഫിനിഷൻ ഉണ്ടാക്കാം. ഓക്കെ മക്കളെ? അപ്പൊ നമ്മൾ ലിക്വിഡ് സർഫസ് കൺസിഡർ ചെയ്യുകയാണ്. സോ ഞാൻ ലിക്വിഡ് സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ മക്കളെ? സോ ഞാനൊരു ലിക്വിഡ് സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഇതിൽ ധാരാളം ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ട് മക്കളെ. ഇത് ലിക്വിഡ് സർഫസ് ആണ്. സോ ഓക്കെ, സാധാരണ നമ്മൾ ബസ്സിൽ വരച്ചിട്ട് നമ്മൾ ലിക്വിഡ് വരയ്ക്കാറുണ്ട്. നമ്മൾ ലിക്വിഡ് സർഫസ് ഞാനിങ്ങ് വരയ്ക്കുകയാണ്. നമ്മൾ ലിക്വിഡ് സർഫസ് നോക്കുന്നു. അപ്പോ ഇതിൽ ധാരാളം ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ട്. ഈ സർഫസിലുള്ള മോളിക്യൂൾസിന്റെ ഒക്കെ പ്രത്യേകത എന്താവും നിങ്ങളെ പറഞ്ഞേ? ഈ സർഫസിലുള്ള മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ എനർജി പ്രോസസ് ചെയ്യുന്നുണ്ട്. ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ്, നമ്മളുടെ ഈ സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നിൽക്കട്ടെ. 100, 50, 20 എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ 100 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ സർഫസ് എടുത്തു. അതിന്റെ സർഫസ് ഏരിയ എത്രയാണ്? 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അല്ലെ? ഇവിടെ കുറച്ചുകൂടെ ചെറിയൊരു നമ്പർ എടുക്കാം. 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ആണോ മക്കളെ? അങ്ങനെ ആണെങ്കിൽ ഞാനിവിടെ നമ്മുടെ ഈ സർഫസിൽ ഞാനൊരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുകയാണ്. യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? മൊത്തം സർഫസ് ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴോ 1 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മുടെ ഈ സർഫസിൽ ഞാനൊരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യട്ടെ. സോ ഞാനിവിടെ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുകയാണ്. യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? 1 സെന്റിമീറ്റർ ലെങ്തും 1 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു സ്ക്വയർ, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇതിന്റെ ഏരിയ എത്രയാണ്? 1 സെന്റിമീറ്റർ സ്ക്വയർ യൂണിറ്റ് ഏരിയ ആയില്ലേ? അപ്പോ ഞാൻ എന്ത് ചെയ്തു? സർഫസ് എനർജി ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ സർഫസിൽ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്തു. ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇല്ലല്ലോ. ആ യൂണിറ്റ് ഏരിയയിൽ എന്ത് കാണും? നമ്മൾ കൺസിഡർ ചെയ്ത യൂണിറ്റ് ഏരിയയിലും മോളിക്യൂൾസ് കാണൂലേ? സർഫസിലുള്ള മോളിക്യൂൾസ് അല്ലേ? അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത ഏരിയയിൽ എന്ത് കാണും? മോളിക്യൂൾസ് കാണും. ആ മോളിക്യൂൾസ് എന്ത് പ്രോസസ് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ എനർജി പ്രോസസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ കൺസിഡർ ചെയ്ത ഈ യൂണിറ്റ് ഏരിയയിലെ മോളിക്യൂൾസ് പ്രോസസ് ചെയ്യുന്ന എക്സ്ട്രാ എനർജിക്ക് നമുക്ക് എന്ത് പറയാം? സർഫസ് എനർജി എന്ന് പറയാം. ഓക്കെ മക്കളെ? അപ്പൊ എന്താകും നിങ്ങളെ സർഫസ് എനർജി എന്ന് പറയുമ്പോൾ? നമ്മൾ ഒരു ലിക്വിഡ് സർഫസ് കൺസിഡർ ചെയ്യുന്നു. ആ ലിക്വിഡ് സർഫസിൽ യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ യൂണിറ്റ് ഏരിയയിലുള്ള മോളിക്യൂൾസ് പ്രോസസ് ചെയ്യുന്ന എക്സ്ട്രാ എനർജി. സർഫസിലെ എല്ലാ മോളിക്യൂൾസും എക്സ്ട്രാ എനർജി പ്രോസസ് ചെയ്യുന്നുണ്ട്. അതിൽ യൂണിറ്റ് ഏരിയയിലെ മോളിക്യൂൾ പ്രോസസ് ചെയ്യുന്ന എക്സ്ട്രാ എനർജി നമുക്ക് എന്തെന്ന് പറയാം മക്കളെ? നമുക്ക് പറയാം സർഫസ് എനർജി എന്ന് പറയാം. അപ്പൊ നമുക്ക് സർഫസ് എനർജിക്ക് ഒരു ഡെഫിനിഷൻ ആയി. എന്താ മക്കളെ സർഫസ് എനർജിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ? നമ്മൾ സർഫസിൽ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ യൂണിറ്റ് ഏരിയയിലെ മോളിക്യൂൾസ് പ്രോസസ് ചെയ്യുന്ന എക്സ്ട്രാ എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സർഫസ് എനർജി. അപ്പൊ നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി പഠിച്ചു അല്ലെ? സർഫസ് എനർജി എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിച്ചു. ആണോ മക്കളെ? അപ്പൊ ഒരു പുതിയ ടേം പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സർഫസ് ടെൻഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തേ? അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു. ആണോടാ? നമ്മൾ കഴിഞ്ഞ ദിവസം സർഫസ് ടെൻഷൻ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞു. ഇക്വേഷൻ σ=F/L. അപ്പൊ ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും? നമുക്ക് സർഫസ് എനർജിക്ക് നമുക്ക് എന്ത് വേണം?
ഒരു ഇക്വേഷൻ വേണം. ഓക്കെ മക്കളെ, സോ ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ഡെഫിനിഷൻ പഠിച്ചു. എന്താണ്? യൂണിറ്റ് ഏരിയയിലുള്ള മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന എക്സ്ട്രാ എനർജിക്ക് നമ്മൾ സർഫസ് എനർജി എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? സർഫസ് എനർജിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. സോ ആ ഒരു ഇക്വേഷൻ വരുന്നതിന് വേണ്ടി, ആ ഒരു ഇക്വേഷൻ പറയുന്നതിന് വേണ്ടി ഞാൻ സർഫസ് എനർജിയെ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ സർഫസ് എനർജിക്ക് ഒരു ഇക്വേഷൻ വേണം. സോ അതിനുവേണ്ടി നമ്മൾ രണ്ടാമതായിട്ട് ഒരു ഡെഫിനിഷൻ പഠിക്കാനായിട്ട് പോവുകയാണ്. ക്ലിയർ മക്കളെ? ഓക്കേടാ. അപ്പോൾ ഒരു ഡെഫിനിഷൻ നമുക്കറിയാം, നമുക്ക് രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, സോ ഞാൻ വീണ്ടും ഒരു ലിക്വിഡ് സർഫസ് കൺസിഡർ ചെയ്യുകയാണ്. ഒരു ലിക്വിഡ് സർഫസ്. മക്കളെ, ലിക്വിഡ് സർഫസിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഞാനിവിടെ ഒരു ലിക്വിഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലിക്വിഡ് സർഫസ് ആണ് എങ്കിൽ ഈ ലിക്വിഡ് സർഫസിന്റെ ടെൻഡൻസി എന്തായിരിക്കും? പറഞ്ഞേ. നമ്മൾ ലിക്വിഡ് സർഫസ് എടുത്തു. ഈ ലിക്വിഡ് സർഫസിന്റെ ടെൻഡൻസി എന്തായിരിക്കും? സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യുക, സർഫസ് ഏരിയ കുറയ്ക്കുക ആണോ മക്കളെ? അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ലിക്വിഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ ലിക്വിഡ് സർഫസിന്റെ ടെൻഡൻസി എന്തായിരിക്കും? ഇതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കുക ആണല്ലോ മക്കളെ? അപ്പൊ ഇതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കണമെങ്കിൽ സർഫസ് ടെൻഷൻ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് അല്ലേ മക്കളെ? ആ ഫോഴ്സ് അല്ലേ സർഫസ് ഏരിയ കുറയ്ക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇയാളുടെ സർഫസ് ഏരിയ കുറയ്ക്കണമെങ്കിൽ ഫോഴ്സ് പുറത്തേക്കായിരിക്കോ അകത്തേക്കായിരിക്കോ? അകത്തേക്കായിരിക്കും അല്ലെ? അപ്പോൾ ഇയാളുടെ സർഫസ് ഏരിയ കുറയണമെങ്കിൽ എന്താ സംഭവിക്കുക? സർഫസ് ടെൻഷൻ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കണം? അകത്തേക്കായിരിക്കണം. അപ്പോൾ ഇവിടെ സർഫസ് ടെൻഷൻ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? അകത്തേക്കാണ് അല്ലേ മക്കളെ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക, എങ്കിലല്ല സർഫസ് ഏരിയ കുറയുള്ളൂ ആണോ മക്കളെ? അപ്പോൾ നമ്മൾ ഒരു നമുക്ക് സർഫസ് എനർജി ആയിരുന്നു ഡിഫൈൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ലിക്വിഡ് സർഫസ് എടുത്തു. ആ ലിക്വിഡ് സർഫസിൽ നമ്മൾ സർഫസ് ടെൻഷൻ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് നമ്മൾ അടയാളപ്പെടുത്തി. ആ സർഫസ് ടെൻഷൻ മൂലം ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അകത്തേക്കാണ്. എന്തിനു വേണ്ടി? സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടിയാണ് സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യുന്നത്? സർഫസ് എനർജി കുറയ്ക്കുന്നതിന് വേണ്ടി, സർഫസിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ്, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ലിക്വിഡ് സർഫസ് എടുത്തു. ഓക്കെ മക്കളെ, ഇനി ഞാൻ പറയാണ്, ഇപ്പൊ ഈ ലിക്വിഡ് സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണെന്നിരിക്കട്ടെ. ഇപ്പൊ എ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കി, ഒരാൾക്ക് ഈ ലിക്വിഡ് സർഫസിന്റെ ഏരിയ കൂട്ടണം. ലിക്വിഡ് സർഫസിന്റെ ടെൻഡൻസി എന്താ? ഏരിയ കുറയ്ക്കുകയാണ്. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമുക്ക് ഈ ലിക്വിഡ് സർഫസിന്റെ ഏരിയ കൂട്ടാനായിട്ട് ഒരു ശ്രമം ചെയ്യുകയാണ്. അവിടെ എന്താ സംഭവിക്കുക? അപ്പോ ഈ ലിക്വിഡ് സർഫസിന്റെ ഏരിയ, അതായത് ഏരിയ കൂട്ടണമെങ്കിൽ, വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഫോഴ്സ് ആൾറെഡി അകത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫോഴ്സിനെ ഓവർകം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് എങ്ങോട്ട് കൊടുക്കണം? പുറത്തേക്ക് കൊടുക്കണം. ആണോ മക്കളെ? ആണോടാ? അതെ. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞ എന്താണ്? നമ്മൾ ലിക്വിഡ് സർഫസ് എടുത്തു, എനിക്ക് ആ ലിക്വിഡ് സർഫസിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ മക്കളെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഈ ലിക്വിഡ് സർഫസിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പുറത്തേക്ക് ഫോഴ്സ് കൊടുക്കണം. ക്ലിയർ? പുറത്തേക്ക് ഫോഴ്സ് കൊടുക്കണം. അകത്തേക്ക് സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ പുറത്തേക്ക് ഫോഴ്സ് കൊടുത്താൽ മാത്രമല്ല ആ ലിക്വിഡ് സർഫസിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ മക്കളെ, അങ്ങനെ ആ പുറത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു, ഇയാളുടെ ഏരിയ ഇൻക്രീസ് ആയെന്നിരിക്കട്ടെ. ഏരിയ ഇൻക്രീസ് ആയത് കണ്ടോ? സർഫസ് ഏരിയ, ആദ്യമേ നമ്മുടെ സർഫസ് ഏരിയ ഇതായിരുന്നു. നമ്മളുടെ പുതിയ സർഫസ് ഏരിയ കണ്ടല്ലോ? കണ്ടോടാ മക്കളെ? ഡൗട്ട് ഇല്ലല്ലോ? ആദ്യത്തെ സർഫസ് എന്ന് പറയുന്നത് എ ബി സി ഡി ആയിരുന്നു. പുതിയ സർഫസ് എന്താണ്? എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്. ഏതാണ് വലിയ ഏരിയ? രണ്ടാമതാണ്. എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ് ആണ്. അതെങ്ങനെയാണ് അതിന്റെ ഏരിയ ഇൻക്രീസ് ആയത്? നമ്മളൊരു വർക്ക് ചെയ്തിട്ടല്ലേ? ആണോ മക്കളെ? അവിടെ നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്താണെന്നിരിക്കട്ടെ? നമ്മൾ ചെയ്ത വർക്ക് W ആണെന്നിരിക്കട്ടെ. പ്രവൃത്തി. നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു, അവിടെ ഏരിയ ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു വർക്ക് നടന്നു. ആ വർക്ക് എന്താണെന്നിരിക്കട്ടെ? W ആണെന്നിരിക്കട്ടെ. ഓക്കെ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ ആദ്യത്തെ ABCയുടെ ഏരിയ എത്രയായിരുന്നു? A സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇപ്പൊ പുതിയ ഒരു ഏരിയ കിട്ടിയല്ലോ. നമ്മൾ പുറത്തേക്ക് ഫോഴ്സ് കൊടുത്തു, ആ ലിക്വിഡ് സർഫസിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്തു. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ ആ പുതിയ ഏരിയ എന്ന് പറയുന്നത് നോക്കി, പഴയ ഏരിയ A ആയിരുന്നു. അതിന്റെ കൂടെ ഒരു DA കൂടെ കൂടിയിരിക്കട്ടെ. DA. ഓക്കെ മക്കളെ, അപ്പൊ അവിടെ DA എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഇവിടെ DA എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ
ഏരിയ. ഞാനിവിടെ മുകളിലേക്ക് ആരോ കൊടുത്തത് ഇൻക്രീസ് കാണിക്കാൻ വേണ്ടിയാ. കൂടുതൽ ഏരിയ കൂടി, ഇൻക്രീസ് ഇൻ ഏരിയ. അപ്പം ആദ്യത്തെ സർഫസിന്റെ ഏരിയ എ ആയിരുന്നു. പുതിയ സർഫസിന്റെ ഏരിയ നമ്മൾ വർക്ക് ചെയ്തു. പുതിയ സർഫസിന്റെ ഏരിയ എന്തായി? എ പ്ലസ് ഡി എ ആയി. ആദ്യത്തെ സർഫസിന്റെ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. പുതിയ സർഫസ് ഏരിയ 10 പ്ലസ് 2 12. അതേപോലെയുള്ളൂ. എ പ്ലസ് ഡി എ. ഇവിടെ ഡി എന്ന് വെച്ചാൽ എന്താ? സർഫസിനുണ്ടായ ഇൻക്രീസ് ആണ്, സർഫസ് ഏരിയയ്ക്ക് ഉണ്ടായ ഇൻക്രീസ് ആണ്. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? എടാ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി എ ഏരിയ എന്ത് ചെയ്തു? സർഫസിൽ ഏരിയയ്ക്ക് ഇൻക്രീസ് ഉണ്ടായി. എത്ര വർക്ക് ചെയ്തപ്പോൾ? ഡബ്ല്യു വർക്ക് ചെയ്തപ്പോൾ. ആണോ മക്കളെ? അങ്ങനെയാണ് ഞാനിന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഡി എ, നമ്മളുടെ സർഫസ് ഏരിയ ഡി എ ഇൻക്രീസ് ചെയ്തു. നമ്മളുടെ സർഫസ് ഏരിയ ഡി എ ഇൻക്രീസ് ചെയ്തു. എത്ര വർക്ക് ചെയ്തപ്പോൾ? ഡബ്ല്യു വർക്ക് ചെയ്തപ്പോൾ. ഓക്കെ മക്കളെ? അപ്പോ നമ്മളുടെ സർഫസ് ഏരിയ ഇവിടെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ആണ്. ഡി എ ഇൻക്രീസ് ചെയ്തു. എത്ര വർക്ക് ചെയ്തപ്പോൾ? ഡബ്ല്യു വർക്ക് ചെയ്തപ്പോൾ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നമ്മളുടെ സർഫസ് ഏരിയ ഇനിഷ്യലി എക്കും ഡി എക്കും വരെ ഞാൻ പറയാണ്. ഇനിഷ്യലി നമ്മളുടെ സർഫസ് ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. അതെന്തായി? 12 സെന്റിമീറ്റർ സ്ക്വയർ ആയി. നമ്മളൊരു വർക്ക് ചെയ്തു, അത് 12 സെന്റിമീറ്റർ സ്ക്വയർ ആയി. ഓക്കെ മക്കളെ? അങ്ങനെയാണ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്താണ്? 2 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? അപ്പൊ ഇവിടെ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ? അതിന് ചെയ്ത വർക്ക് എന്താണെന്ന് ഇരിക്കട്ടെ? ഡബ്ല്യു ആണെന്ന് ഇരിക്കട്ടെ. 2 സെന്റിമീറ്റർ സ്ക്വയർ ഇൻക്രീസ് ചെയ്യാൻ ഡബ്ല്യു വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എത്ര വർക്ക് ചെയ്താൽ മതി? W/2 അല്ലേ? അപ്പൊ 2 സെന്റിമീറ്റർ സ്ക്വയർ ഇൻക്രീസ് ചെയ്യാൻ ഡബ്ല്യു വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? W/2. ആണോ മക്കളെ? ആണല്ലോ. അതെങ്ങനെയാ നമുക്ക് കിട്ടിയേ? 2 കൊണ്ട്, 2 സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 സെന്റിമീറ്റർ സ്ക്വയർ ആയി, ഇവിടെ W/2 ആയി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഡി എ സെന്റിമീറ്റർ സ്ക്വയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ഡബ്ല്യു വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര വർക്ക് ചെയ്യേണ്ടി വരും? മക്കളെ ഇവിടെ LHSൽ ഏരിയ അല്ലേ കിടക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ ഏരിയ അല്ലേ കിടക്കുന്നത്? റൈറ്റ് സൈഡിൽ വർക്ക് അല്ലേ കിടക്കുന്നത്? ഞാൻ 2 സൈഡിലും, ഇവിടെ നമുക്ക് റിലേഷൻ ഉണ്ട്, ഇതിനെ 2 സൈഡിലും ഞാൻ ഡി എ കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. ഡി എ ഡിവൈഡഡ് ബൈ ഡി എ. ഓക്കെ മക്കളെ? ഇവിടെ നമുക്ക് ഡി എ ബൈ ഡി എ നമുക്ക് എന്ത് കിട്ടും? ഡി എ ബൈ ഡി എ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ ഡി എ ബൈ ഡി എ നമുക്ക് എന്ത് കിട്ടി? 1 സെന്റിമീറ്റർ സ്ക്വയർ. ആ 1 സെന്റിമീറ്റർ സ്ക്വയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത വർക്ക് എത്രയാണ്? ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡി എ. നേരത്തെ നമുക്ക് W/2 കിട്ടിയില്ലേ? 2 എന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ആയിരുന്നില്ലേ? ഇവിടെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എത്രയാണ്? ഡി എ ആണ്. സോ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡി എ. അപ്പൊ യൂണിറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എത്ര വർക്ക് ചെയ്തു? ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡി എ. പറഞ്ഞ മനസ്സിലായോ മക്കളെ? നമ്മളുടെ സർഫസ് ഏരിയ ഇനിഷ്യലി തുടക്കത്തിൽ എ ആയിരുന്നു. ആ എ ഏരിയയുള്ള സർഫസ് ഏരിയ നമ്മൾ പുറത്തേക്ക് ഫോഴ്സ് കൊടുത്തു. അതിന്റെ ഏരിയ എ പ്ലസ് ഡി എ ആയി. അപ്പൊ ഏരിയക്കുണ്ടായ വർധനവാണ് ഡി എ എന്ന് പറയുന്നത്. ആ ഡി എ ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര വർക്ക് ചെയ്തു? ഡബ്ല്യു വർക്ക് ചെയ്തു. ഓക്കെ മക്കളെ? അങ്ങനെയാണ് എങ്കിൽ യൂണിറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര വർക്ക് ചെയ്തു? യൂണിറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത വർക്ക് എത്രയാണ്? ഡബ്ല്യു ഡിവൈഡ് ബൈ ഡി എ. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് ഇങ്ങനത്തെ റിലേഷൻസ്. യൂണിറ്റ് ഏരിയയിലുണ്ടാകുന്ന വർക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ മനസ്സിലായി. യൂണിറ്റ് ഏരിയ, നമ്മളുടെ സർഫസ് ഏരിയ, ലിക്വിഡ് സർഫസിന്റെ ഏരിയയിൽ യൂണിറ്റ് ഏരിയ വർധന ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവിടെ എത്ര വർക്ക് ചെയ്യണം? അതായത് നമ്മളുടെ സർഫസ് ഏരിയ ഇപ്പൊ എ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എ പ്ലസ് 1 ആക്കണം. 10 ആണെങ്കിൽ 11 ആക്കണം. എ ആണെങ്കിൽ എ പ്ലസ് 1 ആക്കണം. അതിനുവേണ്ടി നമ്മൾ അവിടെ എത്ര വർക്ക് ചെയ്യേണ്ടി വന്നു? ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡി എ വർക്ക് ചെയ്യേണ്ടി വന്നു. ആ യൂണിറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യാനും വേണ്ടി നമ്മൾ ചെയ്ത വർക്കില്ലേ, ആ വർക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? നമ്മളുടെ സർഫസ് എനർജിക്ക് ഈക്വലായിരിക്കും. എന്തിന് ഈക്വലായിരിക്കും? സർഫസ് എനർജി. ക്ലിയർ? ഓക്കെ മക്കളെ? അപ്പൊ നമുക്ക് സർഫസ് എനർജിക്ക് പുതിയ ഒരു ഡെഫിനിഷൻ കിട്ടി. എന്താ മക്കളെ? സർഫസ് എനർജിയുടെ പുതിയ ഡെഫിനിഷൻ എന്താണ്? ഒരു ലിക്വിഡ് സർഫസിന്റെ ഏരിയ ലിക്വിഡ് സർഫസിൽ യൂണിറ്റ് ഏരിയ വർധന ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യണം? ആ വർക്കിനെ നമുക്ക് എന്തെന്ന് പറയാം? അതിന്റെ സർഫസ് എനർജി എന്ന് പറയാം. 10 സെന്റിമീറ്റർ ആണ്. 10ൽ നിന്ന് 11ലേക്ക് പോകണം.
1 സെന്റിമീറ്റർ സ്ക്വയർ വർധന ഉണ്ടായി. അവിടെ നമ്മൾ ചെയ്ത വർക്ക് എന്ന് വെച്ചാൽ അതിന് എന്തിന് ഈക്വൽ ആയിരിക്കും? സർഫസ് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ സർഫസ് എനർജിക്ക് നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ കിട്ടി. എന്താ കുഞ്ഞുങ്ങളെ? ഒരു സർഫസ് ഏരിയ യൂണിറ്റ്, ഒരു സർഫസിന്റെ ഏരിയ യൂണിറ്റ് വർദ്ധിപ്പിക്കാനായിട്ട്, അതായത് 10 നിന്നും 11 യൂണിറ്റ് ഏരിയ വർധന ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്തോ ആ വർക്കിനെ നമുക്ക് എന്തെന്ന് പറയാം? സർഫസ് എനർജി എന്ന് പറയാം. അപ്പോൾ സർഫസ് എനർജിക്ക് നമുക്ക് 2 ഡെഫിനിഷൻ ഉണ്ട്. ഒന്നാമത്തെ ഡെഫിനിഷൻ എന്തായിരുന്നു? നമ്മൾ സർഫസിൽ യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ യൂണിറ്റ് ഏരിയയിലുള്ള മോളിക്യൂളുകൾ പൊസസ് ചെയ്യുന്ന എക്സ്ട്രാ എനർജി നമുക്ക് സർഫസ് എനർജി എന്ന് പറയാം. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? സർഫസിന്റെ ഏരിയ യൂണിറ്റ് വർദ്ധിപ്പിക്കാനായിട്ട്, യൂണിറ്റ് ഏരിയ വർധന ഉണ്ടാക്കാനായിട്ട് അവിടെ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നു ആ വർക്കിനെ നമുക്ക് എന്തെന്ന് പറയാം? സർഫസ് എനർജി എന്ന് പറയാം. അപ്പൊ യൂണിറ്റ് ഏരിയ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ അവിടെ ചെയ്ത വർക്ക് എത്രയാണ്? W/dA ആണ്. സോ നമുക്ക് അവിടെ എന്ത് കിട്ടി? അത് നമുക്ക് സർഫസ് എനർജി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് സർഫസ് എനർജിക്ക് നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? സർഫസ് എനർജി നമുക്ക് എന്ത് കിട്ടി? W/dA. സോ സർഫസ് എനർജി that's equal to W/dA. അവിടെ ഡി എന്ന് വെച്ചാൽ എന്താ മക്കളെ? അവിടെ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ആണ്. W എന്ന് വെച്ചാൽ എന്താണ്? ആ DA ഏരിയ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ചെയ്ത വർക്കാണ്. ഓക്കെ മക്കളെ? അപ്പൊ സർഫസ് എനർജി എന്ന് പറയുന്ന ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സർഫസ് എനർജി എന്താണെന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമുക്കുണ്ട്. ഓക്കെ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സർഫസ് ടെൻഷനും ഇന്ന് പഠിച്ച സർഫസ് എനർജിയുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ, എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ? സോ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്, നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ? സോ നമ്മുടെ അടുത്ത ടോപ്പിക് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. ഓക്കെ മക്കളെ? സോ നമുക്കത് നോക്കാം. ഇത് ക്ലിയർ ആണല്ലോടാ? സർഫസ് എനർജി W/dA എന്ന് കിട്ടിയല്ലോ. അതിന്റെ യൂണിറ്റ് ഒന്ന് പറഞ്ഞേ. W വർക്കാണ്. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ആണോ? ഡിവൈഡഡ് ബൈ DA ഏരിയ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. സോ ജൂൾ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ജൂൾ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ജൂൾ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ മക്കളെ? അപ്പോൾ സർഫസ് എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ മീറ്റർ സ്ക്വയർ. സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്തായിരുന്നു? F/L ആയിരുന്നു. ന്യൂട്ടൺ പെർ മീറ്റർ ആയിരുന്നു. ഇതോ ജൂൾ പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ ആയിരിക്കണം. ഓക്കെ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റിലേഷൻ നോക്കാം. സർഫസ് ടെൻഷനും സർഫസ് എനർജിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഓക്കെ മക്കളെ? സോ ദ റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. മക്കളെ, അപ്പോൾ ഈ സർഫസ് എനർജിയും സർഫസ് ടെൻഷനും തമ്മിലുള്ള റിലേഷൻ പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു റെക്ടാങ്കുലർ ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണ്, ഒരു മെറ്റാലിക് ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ മക്കളെ? സോ ഞാൻ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണ്. ഒരു ഫ്രെയിം, ഒരു മെറ്റൽ ഫ്രെയിം ആയിക്കോട്ടെ, നമ്മളൊരു കമ്പി വളച്ചിട്ട് ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ ഫോം ചെയ്യുകയാണ്. സോ ഞാൻ ഒരു റെക്ടാങ്കുലർ ഫ്രെയിം കൺസിഡർ ചെയ്തു. പേര് കൊടുത്തോട്ടെ. ഓക്കെ. സോ നമ്മളുടെ റെക്ടാങ്കുലർ ഫ്രെയിമിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ABCD ആണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ റെക്ടാങ്കുലർ ഫ്രെയിം ഉണ്ടാക്കിയെടുത്തത്? നമുക്ക് സർഫസ് ടെൻഷനും സർഫസ് എനർജിയും തമ്മിലുള്ള എന്ത് വേണം? റിലേഷൻ വേണം. അവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഓക്കെ മക്കളെ? ഇനി നമ്മളെടുത്ത ഈ റെക്ടാങ്കുലർ ഫ്രെയിമിന് ഒരു പ്രത്യേകതയുണ്ട്. നോക്കി, ഞാനിവിടെ ഈ BC എന്ന് പറയുന്ന സൈഡ് വരച്ചില്ലേ? ഈ BC എന്ന് പറയുന്ന സൈഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് മൂവ് ചെയ്യുവാനായിട്ട് കഴിയും. അതായത് നമ്മുടെ ഈ AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്ന സൈഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ AB സൈഡ്, CD സൈഡ്, അതിന്റെ മുകളിലൂടെ നമുക്ക് BC എന്ന് പറയുന്ന സൈഡ് എന്ത് ചെയ്യാൻ കഴിയും? മൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോ BC എന്ന് പറയുന്ന സൈഡിന്റെ പ്രത്യേകത എന്താണ്? അത് മൂവബിൾ ആണ്. അതിന് മൂവ് ചെയ്യുവാനായിട്ട് കഴിയും. ആണോ മക്കളെ? അപ്പോ നമ്മള് സൈഡ് BCയുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി. സൈഡ് BCയുടെ പ്രത്യേകത എന്താണ്? അത് മൂവ് ചെയ്യുവാൻ കഴിവുണ്ട്.
ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബി സി എന്ന് പറയുന്ന സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡി സിയുടെയും എ ബിയുടെയും പുറത്തോടെ എന്ത് ചെയ്യാൻ കഴിയും, മൂവ് ചെയ്യുവാനായിട്ട് കഴിയും. കാര്യം മനസ്സിലായോ? ഇത് ബി സി എന്ന് പറയുന്ന സൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പുറത്തോട്ട് ഇതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാനായിട്ട് കഴിയും. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അങ്ങനെയാണെങ്കിൽ മക്കളെ അതാ നോക്കിയേ, ഞാൻ ഈ ബി സി എന്ന് പറയുന്ന സൈഡിനെ മൂവ് ചെയ്യാണ്, അകത്തേക്ക് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു എന്നിരിക്കട്ടെ. നമ്മളുടെ ബി സി എന്ന് പറയുന്ന സൈഡ് ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ മക്കളെ, സോ ഒരു റെക്ടാങ്കുലർ ഫ്രെയിം ബി സി എന്ന് പറയുന്ന സൈഡ് ഞാൻ കുറച്ച് അകത്തേക്ക് മൂവ് ചെയ്തു. ഓക്കെ മക്കളെ, അപ്പൊ മക്കളെ നമ്മൾ ഈ മെറ്റാലിക് ഫ്രെയിമിനെ ഒരു സോഫ്റ്റ് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യാണ്. അങ്ങനെ നമ്മളൊരു സോഫ്റ്റ് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ഈ മെറ്റാലിക് ഫ്രെയിം നമ്മളൊരു സോഫ്റ്റ് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സോഫ്റ്റ് ഫിലിം ഈ എ ബി സി ഡി എന്ന് പറയുന്ന റെക്ടാങ്കുലർ ലൂപ്പിനകത്ത് ഫോം ചെയ്യും അല്ലെ. അപ്പോൾ നമ്മൾ ഈ എ ബി സി ഡിക്ക് അകത്ത്, അതായത് എ ബി സി എന്ന് പറയുന്ന ലൂപ്പിനകത്തായിട്ട് എന്ത് ഫോം ചെയ്യും മക്കളെ? ഒരു സോപ്പ് ഫിലിം, ഒരു ലിക്വിഡ് ഫിലിം ഫോം ചെയ്യും. ആണോ മക്കളെ? ആണോ? അപ്പോ ഇവിടെ ഒരു ലിക്വിഡ് സർഫസ് ഫോം ചെയ്തു. നമ്മൾ ആ സോപ്പ് സൊല്യൂഷനിലേക്ക് നമ്മളുടെ മെറ്റാലിക് ഫ്രെയിമിനെ ഡിപ്പ് ചെയ്തപ്പോൾ ഈ എ ബി സി ഡി എന്ന് പറയുന്ന റെക്ടാങ്കിളിനകത്തായിട്ട് എന്ത് ഫോം ചെയ്തു? ഒരു സോപ്പ് ഫിലിം, അതായത് ഒരു ലിക്വിഡ് സർഫസ് അവിടെ ഫോം ചെയ്തു. ആണോ മക്കളെ? ഒരു ലിക്വിഡ് സർഫസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ലിക്വിഡ് സർഫസിന്റെ ടെൻഡൻസി എന്തായിരിക്കും? അതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും. ആണോ മക്കളെ? അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്ത ഈ ലിക്വിഡ് സർഫസ് എന്തായിരിക്കും ശ്രമിക്കുക? അതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? ഇതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കണമെങ്കിൽ ഇത് അകത്തേക്കല്ലേ വരേണ്ടത്. ആണോ മക്കളെ? അപ്പൊ ഈ ബി സി എന്ന് പറയുന്ന സൈഡിലേക്ക് അതിന് ഫോഴ്സ് കൊടുക്കും. എങ്ങോട്ട്? അകത്തേക്ക്. അതിനകത്തേക്കല്ലേ വരണ്ടേ? അകത്തേക്ക് വന്നാലേ അതിന്റെ സർഫസ് ഏരിയ കുറയുള്ളൂ. എ ബി എന്ന് പറയുന്ന സൈഡിലേക്ക് അതിന് ഫോഴ്സ് കൊടുക്കും. അകത്തേക്ക് വരുവാനുള്ള ടെൻഡൻസി അത് അതിന്റെ എല്ലാ സൈഡിലേക്കും കൊടുക്കും. പറഞ്ഞ മനസ്സിലായ മക്കളെ? പക്ഷെ നമ്മളിവിടെ ബി സി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്? ഈ ബി സി എന്ന് പറയുന്ന സൈഡാണ് മൂവബിൾ ആയിട്ടുള്ളത്. ഓക്കെ മക്കളെ? അപ്പോ ഇവിടെ ഒരു ലിക്വിഡ് സർഫസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ലിക്വിഡ് സർഫസിന്റെ ടെൻഡൻസി എന്തായിരിക്കും? സർഫസ് ഏരിയ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി ആ റെക്ടാങ്കുലർ ലൂപ്പിന്റെ ആ എ ബി സി എന്ന് പറഞ്ഞ റെക്ടാങ്കിളിലെ എല്ലാ സൈഡിലേക്കും അകത്തേക്ക് ആ ലിക്വിഡ് സർഫസ് എന്ത് കൊടുക്കും? ഒരു ഫോഴ്സ് കൊടുക്കും. ആണോ മക്കളെ? ആണല്ലോ. അപ്പോ സർഫസ് ടെൻഷൻ കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് വരുന്നുണ്ട്, അകത്തേക്ക് ഫോഴ്സ് വരുന്നുണ്ട്. ആണോ മക്കളെ? ഇനി നമ്മുടെ ലക്ഷ്യം, നമുക്ക് ഈ ബി സി എന്ന് പറയുന്ന സൈഡ് ഉണ്ടല്ലോ, ഈ ബി സി എന്ന് പറയുന്ന സൈഡിനെ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ഒരു ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്ത് നോക്കി ഒരു പുതിയ പൊസിഷനിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ഈ ബി സി എന്ന് പറയുന്ന സൈഡിനെ മൂവ് ചെയ്തു. ഇത്രയും ഡിസ്റ്റൻസ് നമ്മുടെ ബി സി എന്ന് പറയുന്ന സൈഡ് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാനൊരു ഫോഴ്സ് കൊടുത്ത് ഈ ബി സി എന്ന് പറയുന്ന സൈഡിനെ മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ എത്തിച്ചു. ആണോ മക്കളെ? സോ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് തൽക്കാലം എന്താണെന്നിരിക്കട്ടെ? ബി ഡാഷ് സി ഡാഷ് ആണെന്നിരിക്കട്ടെ. ഓക്കെ മക്കളെ? അപ്പൊ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നത് എന്താണ്? ഈ ബി സി എന്ന് പറയുന്ന സൈഡ് മൂവബിൾ ആയിരുന്നു. അപ്പൊ ആ ബി സി എന്ന് പറയുന്ന സൈഡിനെ ഞാൻ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് കൊടുത്തിട്ട് പുറത്തേക്ക് മൂവ് ചെയ്തു. എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നിരിക്കട്ടെ? എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നിരിക്കട്ടെ. ഓക്കെ മക്കളെ? ഓക്കെ. ഇനി ഈ ബി സി എന്ന് പറയുന്ന സൈഡിൽ ലെങ്ത് എന്താണെന്നിരിക്കട്ടെ? എൽ ആണെന്നിരിക്കട്ടെ. ഓക്കെ മക്കളെ? അപ്പൊ ഞാനിവിടെ എന്താ ചെയ്തത്? ഈ ബി സി എന്ന് പറയുന്ന സൈഡിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ എക്സ് ഡിസ്റ്റൻസ് മുമ്പോട്ട് മൂവ് ചെയ്തു. ആണോ മക്കളെ? അപ്പൊ ഞാൻ ബി സി എന്ന് പറയുന്ന സൈഡിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് കാരണം ബി സി എന്ന് പറയുന്ന സൈഡ് എക്സ് ഡിസ്റ്റൻസ് മുമ്പോട്ട് മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് നടന്നു മക്കളെ? വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാം, പ്രവൃത്തി നടന്നു എന്ന് പറയാം. എപ്പോഴാണ് ഒരു വർക്ക് നടക്കുക? ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് കാരണം ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വർക്ക് നടന്നു. ആണോ മക്കളെ? അപ്പൊ ഈ ബി സി എന്ന് പറയുന്ന സൈഡിലേക്ക് ഞാൻ പുറത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ആണോ മക്കളെ? ആ ഫോഴ്സ് കാരണം ബി സി എന്ന് പറയുന്ന സൈഡ് എക്സ് ഡിസ്റ്റൻസ് മുമ്പോട്ട് മൂവ് ചെയ്തു. അപ്പൊ അവിടെ എന്ത് നടന്നു? വർക്ക് നടന്നു. ആ വർക്കിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. വർക്ക് ഡൺ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? നമ്മൾ കൊടുത്ത ഫോഴ്സ് ഇൻടു അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുത്ത ഫോഴ്സ് ഇൻടു അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് മക്കളെ? എക്സ് ആണ്. സോ വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് അല്ലെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ആ ഫോഴ്സിന് ഞാൻ എഫ് എന്ന് കൊടുക്കുകയാണ്. ഫോഴ്സ് ഇൻടു ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എക്സ് ആണ്. ആണോ മക്കളെ? അവിടെ നമ്മൾ പുറത്തേക്ക് കൊടുത്ത ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? എഫ് എന്ന് പറയുന്നത്. മക്കളെ ആ എഫിന്റെ വാല്യൂ എന്തായിരിക്കും? നമുക്ക് ഈ ബി സി എന്ന് പറയുന്ന സൈഡിനെ പുറത്തേക്ക് മൂവ് ചെയ്യണം.
ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിന്റെ വാല്യൂ പുറത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഫോഴ്സിന്റെ മിനിമം വാല്യൂ എത്രയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ബി സി എന്ന് പറയുന്ന സൈഡിൽ അകത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലേ? ഈ ബി സി എന്ന് പറയുന്ന സൈഡ് കാണുന്നുണ്ടല്ലോ, ഇതിനെ നിങ്ങൾ ഇത് പുറത്തേക്ക് ഇത് അകത്തേക്ക് ഒരു ഫോഴ്സ് കാണുന്നില്ലേ? ആര് കാരണമുള്ള ഫോഴ്സ് ആണത്? സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് ആണ്, അല്ല മക്കളെ? അപ്പോ ഇവിടെ ഈ എ ബി സി ഡി എന്നുള്ള റെക്ടാംഗിളിനെ നമ്മൾ ആ സോപ്പ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്? ആ സോപ്പ് ഫിലിമിന്റെ ടെൻഡൻസി എന്തായിരുന്നു? സർഫസ് ഏരിയ കുറയ്ക്കുക. ആ ടെൻഡൻസി കാരണം എന്താ, ഈ ബി സി എന്ന് പറയുന്ന സൈഡിൽ അകത്തേക്ക് ഒരു ഫോഴ്സ് ഇല്ലേ? സർഫസ് ടെൻഷൻ കാരണം അകത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ ഫോഴ്സ്. ആ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? ആ ഫോഴ്സിന്റെ വാല്യൂ നമുക്കറിയാം, സർഫസ് ടെൻഷൻ സിഗ്മ ഈസ് ഇക്വൽ ടു എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? ഫോഴ്സ് എ ഡിവൈഡഡ് ബൈ ലെങ്ത് അല്ലേ? സോ സർഫസ് ടെൻഷൻ സിഗ്മ ഈസ് ഇക്വൽ ടു ഫോഴ്സ് എ ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി സി എന്ന് പറയുന്ന സൈഡിൽ സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണെന്നിരിക്കട്ടെ? എഫ് ആണെന്നിരിക്കട്ടെ. ഈ ബി സി എന്ന് പറയുന്ന സൈഡ് എന്താണെന്നിരിക്കട്ടെ? എൽ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണ് സർഫസ് ടെൻഷൻ സിഗ്മ ഈസിക്കൽ ടു എഫ് ബൈ എൽ അല്ലേ? അങ്ങനെയാണ് എഫ് ഈസിക്കൽ നമുക്ക് എന്ത് പറയാം മക്കളെ? എഫ് ഈസിക്കൽ നമുക്ക് എന്ത് പറയാം? സിഗ്മ ഇൻറ്റു എൽ എന്ന് പറഞ്ഞൂടെ? അപ്പോ ഈ ബി സി എന്ന് പറയുന്ന സൈഡിൽ നമ്മുടെ ലിക്വിഡ് സർഫസ് കാരണം ഉണ്ടാകുന്ന സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? എഫ് ഈസിക്കൽ ടു സിഗ്മ ഇൻറ്റു എൽ. ഓക്കെ മക്കളെ, പക്ഷേ ഈ ഫോഴ്സ് കറക്റ്റ് ആവണമെങ്കിൽ, ഈ ഫോഴ്സിന്റെ വാല്യൂ കറക്റ്റ് ആവണമെങ്കിൽ നമ്മളിവിടെ ഈ ബി സി എന്ന് പറയുന്ന സൈഡിൽ സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സിന്റെ വാല്യൂ സിഗ്മ ഇൻറ്റു എൽ എന്ന് പറഞ്ഞ് എക്സാമിന് എഴുതിയാൽ ആ ആൻസർ തെറ്റായിരിക്കും. കാരണം ഇവിടെ ഒരു ഇൻറ്റു ടു ടേം കൂടി വരും, ഇൻറ്റു ടു. ഓക്കെ മക്കളെ, അതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മളിവിടെ ഒരു സോപ്പ് സർഫസ്, ഒരു സോപ്പ് ഫിലിം അല്ലേ കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഒരു ലിക്വിഡ് സർഫസ്, നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ലിക്വിഡ് സർഫസ് ഉണ്ട്. ആ സർഫസ് ആണ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്, ആണോ മക്കളെ? പക്ഷെ ഇവിടെ നമ്മൾ എന്താ എടുത്തത്? ഒരു ലിക്വിഡ് ഫിലിം അല്ലേ? ഒരു ലിക്വിഡ് ഫിലിം. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഇത് ഒരു ലിക്വിഡ് ഫിലിം ആണെന്നിരിക്കട്ടെ, ഒരു ലിക്വിഡ് ഫിലിം ആണ്. ഇതൊരു റെക്ടാംഗുലർ ഫ്രെയിം ആണ്, ഇതിനകത്തായിട്ട് ഒരു ലിക്വിഡ് ഫിലിം ഫോം ചെയ്തിരിക്കട്ടെ. അവിടെ എത്ര സർഫസ് എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്? ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇവിടെയും ഒരു സർഫസ് ഉണ്ട്. അപ്പോൾ ഒരു ലിക്വിഡ് ഫിലിമിന്റെ കേസിൽ അവിടെ എത്ര സർഫസുകൾ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്? 2 സർഫസുകൾ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്, ആണോ മക്കളെ? അപ്പോൾ ഒരു ലിക്വിഡ് ഫിലിമിന്റെ കേസിൽ അവിടെ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എത്ര സർഫസുകൾ ഉണ്ട്? 2 സർഫസുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ സിഗ്മ ഇൻറ്റു എൽ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു സർഫസ് മൂലം ഉണ്ടാകുന്ന സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ ഫോഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇൻറ്റു 2 കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ലിക്വിഡ് ഫിലിം ആണ്. അപ്പൊ ഒരു ലിക്വിഡ് ഫിലിം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര സർഫസ് ഉണ്ട്? ഒരു സർഫസ്, 2 സർഫസ്. അപ്പോ ഒരു സർഫസ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് സിഗ്മ ഇൻറ്റു എൽ. അങ്ങനെ 2 സർഫസുകൾ വന്നാലോ? ഒരു സർഫസ് മൂലം സിഗ്മ ഇൻറ്റു എൽ. അപ്പൊ 2 സർഫസ് കാണോ? സിഗ്മ ഇൻറ്റു എൽ. പറഞ്ഞത് മനസ്സിലായ മക്കളെ? ഇപ്പൊ നിങ്ങളൊരു പേപ്പർ എടുക്കുക, ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക, അതിന് എത്ര പുറങ്ങളുണ്ട്? 2 പുറങ്ങളില്ലേ? ഇല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഈ സർഫസ് ഫിലിം എടുത്തു കഴിഞ്ഞാൽ, ഈ ലിക്വിഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഈ ലിക്വിഡ് ഫിലിം എടുത്തു കഴിഞ്ഞാൽ അതിന് ഇവിടെയും ഒരു സർഫസ് ഉണ്ട്, ഇവിടെയും ഒരു സർഫസ് ഉണ്ട്. സോ ഒരു സർഫസ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് സിഗ്മ ഇൻറ്റു എൽ. അതേപോലെ ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ആ സർഫസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? സിഗ്മ ഇൻറ്റു എൽ ആണ്. സോ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും മക്കളെ? 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു എൽ ആയിരിക്കും. കാരണം എന്താണ്? ലിക്വിഡ് ഫിലിമിന് 2 സർഫസുകൾ ഉണ്ട്. പറഞ്ഞത് മനസ്സിലായോ കുഞ്ഞുങ്ങളെ? മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടെ ഒരു ഫിലിം എടുത്തു കഴിയുമ്പോൾ, ഇതൊരു ഫിലിം ആണ് എങ്കിൽ ഇതൊരു സർഫസ് ആണ്, ഇതൊരു സർഫസ് ആണ്. ഒരു സർഫസ് മൂലം ഉണ്ടാകുന്ന സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് സിഗ്മ എൽ. അങ്ങനെ എത്ര സർഫസുകൾ ഉണ്ട്? 2 സർഫസുകൾ. ഒരു സർഫസ്, 2 സർഫസ്. സോ 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു എൽ, ദാറ്റ്സ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സൈഡ് ബി സി. ക്ലിയർ മക്കളെ? അപ്പൊ ഈ ബി സി എന്ന് പറയുന്ന സൈഡിലേക്ക് അകത്തേക്ക് സർഫസ് ടെൻഷൻ കാരണം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സിഗ്മ ഇൻറ്റു എൽ ഇൻറ്റു 2 വരാൻ കാരണം മനസ്സിലായല്ലോ? ഇതൊരു ലിക്വിഡ് ഫിലിം ആണ്. ലിക്വിഡ് ഫിലിം, ആ ഫിലിം ആകുമ്പോൾ മക്കളെ, നിങ്ങൾ ഈ കാണുന്ന സൈഡ് ഒരു സർഫസ് ആണ്, അതിന് പുറവശത്ത് എന്തുണ്ട്? ഒരു സർഫസ് ഉണ്ട്. അപ്പൊ 2 സർഫസ് ഉണ്ട്. അപ്പൊ ഇൻറ്റു എന്ത് വരും? ഇൻറ്റു 2 വരും. പറഞ്ഞത് മനസ്സിലായ മക്കളെ? ഓക്കെ, സോ നമ്മൾ ഈ ബി സി എന്ന് പറയുന്ന സൈഡിൽ അകത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി? സിഗ്മ ഇൻറ്റു എൽ ഇൻറ്റു 2 എന്ന് മനസ്സിലായി. 2 സിഗ്മ എൽ. സോ നമുക്ക് എന്ത് കിട്ടി? 2 സിഗ്മ എൽ എന്ന് കിട്ടി. 2 സിഗ്മ എൽ എന്ന് കിട്ടി. ഓക്കെ മക്കളെ, അകത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി നമ്മൾ ബി സി എന്ന സൈഡിനെ ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത്, പുറത്തേക്കല്ലേ മൂവ് ചെയ്തത്? അപ്പോ ഇവിടെ അകത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്.
നമുക്ക് ബി സി എന്ന് പറയുന്ന സൈഡിനെ പുറത്തേക്കാണ് മൂവ് ചെയ്യേണ്ടത്, ആണോ മക്കളെ? അപ്പൊ ഇവിടെ അകത്തേക്ക് 2 സിഗ്മ എൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ബി സി എന്ന് പറയുന്ന സൈഡിനെ പുറത്തേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അങ്ങനെ പുറത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അകത്തേക്കുള്ള ഫോഴ്സിനെ ഓവർകം ചെയ്യണ്ടേ, അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ഈ ബി സി എന്ന് പറയുന്ന സൈഡിനെ നമ്മൾ പുറത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഫിസിക്സിന്റെ കണ്ടീഷൻ എന്താണ്? നമ്മൾ മിനിമം ഈ 2 സിഗ്മ എൽ ഫോഴ്സ് ഇക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് എങ്ങോട്ട് കൊടുക്കണം? പുറത്തേക്ക് കൊടുക്കണം. മിനിമം തന്നെ പറഞ്ഞോളൂ, അതിൽ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ മക്കളെ? അപ്പോ നമ്മൾ ഈ ബി സി എന്ന് പറയുന്ന സൈഡിനെ പുറത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ കണ്ടീഷൻ എന്താണ്? അകത്തേക്ക് 2 സിഗ്മ എൽ ഫോഴ്സ് ഉണ്ട്. ആ 2 സിഗ്മ എൽ ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മൾ എങ്ങോട്ട് കൊടുക്കണം? പുറത്തേക്ക് കൊടുക്കേണ്ടി വരും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടെ പുറത്തേക്ക് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിന്റെ വാല്യൂ എന്താകും നിങ്ങളെ? അതും എന്ത് തന്നെ? 2 സിഗ്മ എൽ. മിനിമം അത്രയെങ്കിലും ആകണം. 2 സിഗ്മ എൽ ആകണം. അതിൽ കൂടിയാൽ കുഴപ്പമില്ലടാ. അകത്തേക്ക് 2 സിഗ്മ എൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ ബി സി എന്ന് പറയുന്ന സൈഡിനെ പുറത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ മിനിമം പുറത്തേക്ക് എത്ര ഫോഴ്സ് കൊടുക്കണം? അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് പുറത്തേക്ക് കൊടുക്കണം. 2 സിഗ്മ എൽ ഫോഴ്സ് എങ്ങോട്ട് കൊടുക്കണം? പുറത്തേക്ക് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ ഇതിനെ പുറത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ അവിടെ കൊടുക്കേണ്ട മിനിമം ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? 2 സിഗ്മ എൽ ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്ത ഫോഴ്സിന്റെ വാല്യൂ എന്ത് തന്നെയായിട്ട് നമുക്ക് എടുക്കാം? 2 സിഗ്മ എൽ ആയിട്ട് എടുക്കാം. പറഞ്ഞ മനസ്സിലായോ? സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നമ്മൾ കൊടുത്ത ഫോഴ്സ് എന്ത് തന്നെ മക്കളെ? ഇവിടെ നമ്മൾ കൊടുത്ത ഫോഴ്സ് എന്ത് തന്നെ? അകത്തേക്കുള്ള ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മൾ പുറത്തേക്ക് കൊടുത്തത്. സോ ഫോഴ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 സിഗ്മ ഇൻടു എൽ ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. മക്കളെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ട് വരും? എക്സ് ആയിട്ട് വരും. സോ 2 സിഗ്മ എൽ ഇൻടു എക്സ് എന്ന് കിട്ടി. 2 സിഗ്മ എൽ ഇൻടു എക്സ്. ക്ലിയർ മക്കളെ? അപ്പൊ നമുക്ക് വർക്ക് ഡൺ W is equal to 2 സിഗ്മ എൽ ഇൻടു എക്സ് എന്ന് കിട്ടി. ഓക്കെ മക്കളെ? അപ്പൊ നമുക്ക് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് അറിയാം. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 2 സിഗ്മ എൽ ഇൻടു എക്സ് എന്ന് കിട്ടി. ഓക്കെ മക്കളെ? അപ്പോൾ മക്കളെ നമുക്ക് വർക്ക് ഡൺ W is equal to 2 സിഗ്മ എൽ ഇൻടു എക്സ് എന്ന് കിട്ടി. ആണോ മക്കളെ? ഇനി നമുക്ക് സർഫസ് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, അല്ലെ? എന്തായിരുന്നു സർഫസ് എനർജിയുടെ ഇക്വേഷൻ? മക്കളെ തൽക്കാലം ഇതൊന്നും വായിക്കുകയാണ്. ഓക്കെ മക്കളെ? സോ സർഫസ് എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? സർഫസ് എനർജി ഈസ് ഈക്വൽ ടു സർഫസ് എനർജി. മക്കളെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ സർഫസ് എനർജി എന്ന് മൊത്തത്തിൽ എഴുതി വെക്കണേ. സർഫസ് എനർജി ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം? സർഫസ് എനർജി ഈസ് ഈക്വൽ നമുക്കറിയാം വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിച്ച കാര്യം അല്ലേ? സർഫസ് എനർജി ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? സർഫസ് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ആണോ മക്കളെ? ഇവിടെ നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ കിട്ടി. വർക്ക് ഡൺ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? 2 സിഗ്മ എൽ ഇൻടു എക്സ് ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഇവിടെ മക്കളെ ഏരിയക്കുണ്ടായ ഇൻക്രീസ് എത്രയായിരുന്നു? ഇനിഷ്യലി നമ്മളുടെ ഏരിയ ഇത്രയുമായിരുന്നു, ABCD. ആണോ മക്കളെ? നമ്മൾ ഈ BC എന്ന് പറയുന്ന സൈഡിനെ എക്സ് ഡിസ്റ്റൻസ് മുമ്പോട്ട് മൂവ് ചെയ്തപ്പോൾ അവിടെ ഏരിയക്കുണ്ടായ ഇൻക്രീസ് എത്രയാണ്? നോക്കിയേ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻ അല്ലേ? സോ മക്കളെ നമ്മളിവിടെ നമ്മളുടെ BC എന്ന് പറയുന്ന സൈഡിനെ എക്സ് ഡിസ്റ്റൻസ് മുമ്പോട്ട് മൂവ് ചെയ്തപ്പോൾ അവിടെ ഏരിയക്കുണ്ടായ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇത്രയും അല്ലേ? ഇനിഷ്യലി നമ്മളുടെ ഏരിയ ABCD ആയിരുന്നു. ആ ABCD ഏരിയയിൽ നിന്നും എത്ര വർധന ഉണ്ടായി? ദാ ഇത്രയും വർധന ഉണ്ടായി. BC' എന്നുള്ള വർധന ഉണ്ടായി. ആണോ മക്കളെ? അപ്പൊ ഇവിടെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? എന്ത് പറയാം മക്കളെ? ഏരിയ ഓഫ് എന്താ മക്കളെ? BC'. So surface energy is equal to work done divided by increase in surface area. That's equal to work done 2 sigma L into x divided by area of B'(C')C. Okay മക്കളെ? B'(C')C. ആണോ മക്കളെ? That's equal to മക്കളെ അപ്പോൾ സർഫസ് എനർജി ഈസ് ഈക്വൽ നമുക്ക് ഇത്രയും കിട്ടി. ഓക്കെ മക്കളെ? ഇനി ഈ ഞാൻ എഴുതിയേക്കുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Surface energy is equal to 2 sigma Lx divided by area of B'(C')C. ആ ഏരിയ ഓഫ് B'(C')C ക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? B'(C')C ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? B'(C') എന്ന് പറയുന്ന റെക്ടാംഗിൾ ആണ്. അപ്പൊ അതിന്റെ ഒരു സൈഡ് L ആണ്, ഒരു സൈഡിൽ ലെങ്ത് X ആണ്. അപ്പൊ അതിന്റെ ഏരിയ എന്ത് വരും മക്കളെ? L into X എന്ന് വരും.
ഓക്കെ മക്കളെ, ഇനി ഈ എഴുതിയതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നമ്മൾ എഴുതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. സർഫസ് എനർജി ഈസ് ഈക്വൽ ടു സിഗ്മ എൽ എക്സ് ഡിവൈഡ് ബൈ എൽ എക്സ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? നമ്മളിവിടെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ പറഞ്ഞു. ആ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ നമ്മളിവിടെ എൽ എക്സ് എന്ന് എഴുതി അല്ലേ? ബി ഡാഷ് സി ഡാഷ് സിയുടെ ഏരിയ ആണ് എൽ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു, ആണോ മക്കളെ? പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എന്തിന്റെ കാര്യമാണ്? ഒരു ലിക്വിഡ് ഫിലിമിന്റെ കാര്യമാണ്. ഒരു ലിക്വിഡ് ഫിലിമിന്റെ കേസിൽ അവിടെ എത്ര സർഫസുകളുണ്ട്? 2 സർഫസുകളില്ലേ? അപ്പോ ഇവിടെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ നമ്മളിതാ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന സൈഡ് ഒരു സൈഡിന്റെ ഏരിയ മാത്രമേ ആയുള്ളൂ. അതേപോലെ ഏരിയ അപ്പുറത്തെ സൈഡും ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു സർഫസ് ഫിലിം ആണെങ്കിൽ, ഒരു ലിക്വിഡ് ഫിലിം ആണെങ്കിൽ ഇതൊരു സർഫസ് ആണ്, ഇതൊരു സർഫസ് ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എൽ എക്സ് ആണെങ്കിൽ അതേപോലെ ഇവിടെയും ഒരു ഏരിയ ഇല്ലേ? എൽ ഇൻറ്റു എക്സ്. പറഞ്ഞ മനസ്സിലാവുമല്ലേ? അപ്പൊ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഫിലിമിന്റെ കേസിൽ എൽ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം എന്താണ്? നമ്മൾ ഇവിടെ ഒരു സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, 2 സൈഡുകളില്ലേ അല്ലെ? അപ്പൊ ആ 2 സൈഡ് കൺസിഡർ ചെയ്യണ്ടേ? അപ്പൊ ഇവിടെ എന്ത് വരും മക്കളെ? ഒരു സൈഡിന്റെ ഏരിയ എൽ എക്സ്. അപ്പൊ 2 സൈഡ് കൺസിഡർ ചെയ്യുമ്പോഴോ 2 സൈഡിന്റെ ടോട്ടൽ ഏരിയ എന്ത് വരും മക്കളെ? 2 ഇൻറ്റു എൽ ഇൻറ്റു എക്സ് എന്ന് വരും. ക്ലിയർ? അപ്പൊ ഇവിടെയും 2 ഇടണം. അപ്പൊ 2 സ്ഥലത്ത് നമ്മളിപ്പോ 2 ഇട്ടു. ക്ലിയർ അല്ലേ? ഫോഴ്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ടു? സിഗ്മ ഈസിക്കൽ എഫ് ബൈ എൽ, എഫ് ഈസിക്കൽ സിഗ്മ ഇൻറ്റു എൽ. അവിടെ ഒരു 2 വന്നു, ഇൻറ്റു 2 വന്നു, കാരണം 2 സർഫസ് ഉണ്ട്. ഇവിടെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയയുടെ കേസിലും ഇൻറ്റു 2 വന്നു, ഇൻറ്റു 2 എൽ ഇൻറ്റു എക്സ് ഇൻറ്റു 2 എന്ന് വന്നു. അവിടെയും കാരണം എന്താണ്? 2 സർഫസുകളുണ്ട്. പറഞ്ഞ മനസ്സിലായോ മക്കളെ? സോ സർഫസ് എനർജി ഈസിക്കൽ ടു സിഗ്മ എൽ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എൽ ഇൻറ്റു എക്സ് എന്ന് കിട്ടി. ആണോ മക്കളെ? ആണോ? എന്തെങ്കിലും ക്യാൻസൽ ആക്കാനുണ്ടോ? ഓക്കെ, 2 ക്യാൻസൽ ആയി പോയി, എൽ ക്യാൻസൽ ആയി, എക്സ് ക്യാൻസൽ ആയി. ബാക്കി നമുക്ക് എന്ത് കിട്ടി? സർഫസ് എനർജി ഈസിക്കൽ നമുക്ക് എന്തെന്ന് കിട്ടി? സിഗ്മ എന്ന് കിട്ടി. ആണോ മക്കളെ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സർഫസ് എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സിഗ്മ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ന്യൂമറിക്കലി ഈക്വൽ ആണ് എന്ന് മനസ്സിലായി. അപ്പൊ എന്താ മക്കളെ ന്യൂമറിക്കലി ഈക്വൽ എന്ന് പറയുമ്പോൾ? ഞാൻ പറയാണ്, ഞാനിപ്പോ ഇവിടെ ഒരു സർഫസ് എടുത്തു, നമ്മൾ ഈ കൺസിഡർ ചെയ്ത സർഫസ് എടുത്തു. അവിടെ ആ സർഫസ്, ഈ സർഫസിന്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്നിരിക്കട്ടെ. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സർഫസ് എനർജി എന്ന് പറയുന്നത് 5 ജൂൾ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് സർഫസ് എടുക്കുന്നു, അവിടുത്തെ സർഫസ് ടെൻഷന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും എവിടെയും വരുന്നത്? സർഫസ് എനർജിയുടെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എപ്പോഴും സർഫസ് എനർജി എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ എന്തായിരിക്കും? ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും. ആ ന്യൂമറിക്കലി ഈക്വൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ മക്കളെ, അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. നന്ദി.